ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് എറണാകുളം സൗത്ത് അല്ല, നമ്മുടെ സ്വന്തം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അതായത് തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ മുഖം തന്നെ അടിമുടി മാറ്റിമറിക്കുന്ന നോർത്ത് സൗത്ത് എന്ന് രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനായി വരുന്നത് നമ്മുടെ സ്വന്തം നേമം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പാലമ്പണിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പണികളും അതോടൊപ്പം തന്നെ നമ്മുടെ പാലമ്പണിയുടെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ട്രെയിനുകൾക്ക് വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ പല വിധത്തിൽ പല അറേഞ്ച്മെന്റുകൾ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥലപരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നോർത്തെന്നും സൗത്തെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊച്ചുവേളിയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനും അതേപോലെ സൗത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നേമം ആയിട്ട് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിപുലമായ വികസന പരിപാടികളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നത് പോലെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും ഇവിടെ ട്രെയിനുകൾ വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതേപോലെ ട്രെയിനുകളിലെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ പ്ലാറ്റ്ഫോമിൽ സ്ലിപ്പറി ഏരിയ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിന് മുകളിൽ റൂഫ് ചെയ്യാനുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അയ്യോ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി സമയമായിട്ടുള്ളൂ കേട്ടോ. 8:15 ആയിട്ടുള്ളൂ. ഇവിടെ കണ്ടോ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്ക്രൂവും കാര്യങ്ങളും ഒക്കെ ഇട്ടവരെ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് നൂത്ത് ഇതിന് മുകളിൽ ഷീറ്റും ഒക്കെ ക്രമീകരിച്ച്, ഇത് ശരിക്കും പറഞ്ഞാൽ നേമം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ സംവിധാനങ്ങൾ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ കൊച്ചുവേളിയിലെ കൂട്ട് തന്നെ ട്രെയിനുകൾ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാനും അതേപോലെ ബോഗികൾ നിർമ്മിക്കാനും ഒക്കെയുള്ള പ്ലാന്റ് വരെ ഇവിടെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായ തീരുമാനമൊന്നും ആയിട്ടില്ല. അതായത് നോർത്തിലോട്ട് പുറപ്പെടുന്ന ട്രെയിനുകൾ മുഴുവൻ നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ സൗത്തിലോട്ട് പോകുന്ന ട്രെയിനുകൾ അത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ധാരാളം സ്ഥലം 2 ഭാഗങ്ങളിലുമായിട്ട് ഇഷ്ടം പോലെ സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ വെയിലുണ്ട് ഇപ്പം. ചെറിയ വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പം രാവിലെ ഒരു 8-8:15 മണിക്കുള്ള ഒരു 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 നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെയിലുണ്ടല്ലോ. ഇതും കൊണ്ടുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അല്ലെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും പ്രത്യേക ഒരു ഫീലിങ്സ് തരുന്ന സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ കാണുന്നതാണ്. അവിടെ 2 സൈഡിലും സ്ഥലം ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇവിടൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു വിശകലനമൊന്നും എങ്ങൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് റെയിൽവേ ആസൂത്രിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അതെല്ലാം വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന്. ഇവിടെ കണ്ടില്ലേ, ബിൽഡിങ്ങുകളാണോ അതോ ഈ ട്രെയിനുകൾ ഇങ്ങനെ കയറ്റിയിട്ടിട്ടേ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയാൻ വയ്യ. അപ്പോ എന്തായാലും ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ഈ റോഡിൽ കൂടെ ഇതുവഴി അങ്ങ് അപ്പുറത്ത് പ്രാവച്ചമ്പലത്ത് കയറാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കൂട്ടറെ വന്നപ്പോൾ അതുകൊണ്ട് അവിടെ കണ്ടില്ലേ, മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് പണിഞ്ഞിട്ടിരിക്കുക കേട്ടോ. മേൽപ്പാലം അങ്ങോട്ട് നീട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയും എനിക്ക് തോന്നുന്നു ട്രാക്ക് വരും. ഇപ്പുറത്ത് ട്രാക്കല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്ന് വാഷ് ചെയ്യാനും അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റും അതും ഇതൊക്കെ ആയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇപ്പുറത്ത്. കാരണം ഇവിടെ കണ്ടില്ലേ, കമ്പിയൊക്കെ കെട്ടി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്.
ഈ ട്രെയിനൊക്കെ ഞാൻ ഈ തമ്പാനൂർ കണ്ടിട്ടുണ്ട്, കയറ്റി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ബോഗികളെ കയറ്റി വെച്ചിട്ട് ഇത് മെമു സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെമു ട്രെയിനുകളും വരുന്നുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിലിങ്ങനെ രണ്ട് സൈഡിലും പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് അത് പെർമനൻ്റായിട്ട് വെച്ചിരിക്കുന്ന സംഗതികളാണ്. എന്നിട്ട് അതിൽ ഓസ് ഫിറ്റ് ചെയ്തിട്ട് അടിച്ച് കഴുകും ട്രെയിനിൻ്റെ അടിഭാഗവും മൂൾവശവും എല്ലാം. നമ്മൾ ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ ചിലപ്പോൾ കാറൊക്കെ കയറ്റിയിട്ട് കഴുകത്തില്ല എന്ന് പറഞ്ഞ പോലെ. അയ്യോ, എന്തായാലും എൻ്റെ ദൈവമേ, ഞാനേ കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ ഇതുവഴി പ്രാവച്ചമ്പലത്ത് പോയതാണ് കേട്ടോ. ആ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളുണ്ട്, കണ്ടിട്ടില്ലേ? മണ്ണൊക്കെ എന്തുമാത്രം മണ്ണാണ് എടുത്തിട്ടിരിക്കുന്നേ. ഇനി ഇതെല്ലാം ഇടിച്ചിങ്ങ് താപ്പോട്ടിടുമായിരിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ മുകളിൽ താമസിക്കുന്നവരുടെ കാര്യവും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണോ എന്ന്. എന്തായാലും വഴി കൊടുക്കാതിരിക്കത്തൊന്നുമില്ല. ഇല്ലെങ്കിൽ ആ സ്ഥലം കൂടെ റെയിൽവേ ഏറ്റെടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. നമ്മൾ ഏകദേശം നടന്ന് സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഇതങ്ങ് പ്രാവച്ചമ്പലത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വരെ ഇത് പോകും. ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടങ്ങ് ദൂരെ കണ്ടില്ലേ? ഞാൻ ഇതുവഴി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ പ്രാവച്ചമ്പലത്ത് പോയതാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എൻ്റെ ദൈവമേ, ചെളിയെന്നും പറഞ്ഞപ്പോഴേ ചെളിക്കൊണ്ട് ഇതുവഴി സ്കൂട്ടറൊന്നും പോകില്ല കേട്ടോ. മനുഷ്യന് നടന്നു തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ, നല്ല പാടായിരിക്കും ഇതുവഴി പോകാൻ. ഇതേ ഭയങ്കര ചെളിയായി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും ചെളി ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേൽപ്പാലം കണ്ടില്ലേ? അപ്പുറത്തെ സൈഡിലോട്ട് നീട്ടി അങ്ങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ടിപ്പർ, അത് മണ്ണൊക്കെ കൊണ്ടുവരാനും ഇവിടെയൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മണ്ണെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആ കുഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുഴിഞ്ഞ സ്ഥലം പൊക്കുന്നേ മാത്രമല്ല, അത് പൊക്കി വെച്ചിട്ട് ഇവർ ഈ റോളറുണ്ടല്ലോ, വലിയ ഹെവി റോളർ, ആ റോളർ കൊണ്ടിട്ട് ഇത് നന്നായിട്ട് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പം പണി കിട്ടും. മഴ പെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര ചെളിക്കുണ്ടായിപ്പോകും കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകാൻ. അയ്യോ, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നല്ല ഉറച്ചു കിടക്കുമായിരുന്നു കേട്ടോ. ആ റോഡ് റോളർ കൊണ്ടേ അവരിത് എല്ലാം നല്ല രീതിയിൽ ഉറപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അയ്യോ ദൈവമേ, ഇതൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. വലിയ വണ്ടികളെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അയ്യോ ഈശ്വരാ, അയ്യോ, വലിയ വണ്ടി ആയിട്ട് തന്നെ വേണ്ട. അതായത് അവിടെ ഒന്ന് പൊതഞ്ഞു കേട്ടോ. ഇത്തിരി പാടാതെ എടുക്കാൻ. ദാണ്ട പുള്ളിക്കാരൻ റിവേഴ്സ് എടുക്കുന്നു. അയ്യോയ്യോ, അതേ കിടന്ന് കറങ്ങുക കേട്ടോ. വീല് കിടന്ന് കറങ്ങുക. റിവേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഫ്രണ്ട് ടയർ ഒന്ന് മാറ്റി ദിശ മാറ്റി പിടിച്ചിട്ടെടുത്തപ്പം അയ്യോ, താണ്ടാ വീല് കിടന്ന് കറങ്ങുന്നുണ്ട്. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ഹെവി വണ്ടി ഇതിനകത്ത് വന്ന് കിടന്ന് ഇങ്ങനെ അഭ്യാസ പ്രകടനം കാണിക്കുകയാണെങ്കിൽ ചെറിയ വണ്ടിയും കൊണ്ടൊക്കെ ഈ റോഡിൽ ഇറങ്ങിയാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ റോഡിൽ അങ്ങനെ ഇറങ്ങേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ കുറച്ച് ചുറ്റാന്നുള്ളതുള്ള അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി പ്രാവച്ചമ്പലം എത്താം. പ്രാവച്ചമ്പലം അരിക്കടമുക്കൊക്കെ എത്താവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതുവഴി പോകുന്നത് ഒട്ടും സേഫ് അല്ല. സേഫ് അല്ലെന്നല്ല, സേഫേ അല്ല, ഒട്ടും സേഫ് അല്ലെന്നല്ല, ഒട്ടുമേ സേഫ് അല്ല. വന്നു കഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അയ്യോ ശേ, എന്നാലും എനിക്കൊരു അത്ഭുതം കേട്ടോ. കാരണം ഇത് നല്ല ഉറഞ്ഞു കിടന്ന തറയാ. ഞാൻ ഇതുവഴി പോയി സ്കൂട്ടറിൽ നല്ല സുഖമായിട്ട് 2 or 3 പ്രാവശ്യം ഞാൻ നേരെ അപ്പുറത്തെ സൈഡിൽ ചെന്നതാണ്. ഇപ്പം കണ്ടില്ലേ, അയ്യോ ഒരു നിവൃത്തിയില്ല. ആ ലോറി തന്നെ കിടന്ന് പെടാപ്പാട് വിടുക. ഇവിടെ പിന്നെ നമ്മുടെ പാലത്തിൻ്റെ ആ ഭാഗത്തോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയും എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. തട്ടായിട്ടാണ് ഇതിങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് വരിക.
അപ്പൊ ഈ തട്ടായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടിയിലത്തെ തട്ട് വീണ്ടും കളത്തുമായിരിക്കും ഫില്ല് ചെയ്തിട്ടേ. എന്തുമാത്രം മണ്ണ് വേണ്ടി വരും. അതുകൊണ്ട് ആ അപ്പൂപ്പൻ ഇവിടെ വന്ന് ചെളിക്കകത്ത് കാലെല്ലാം കൂടെ പുതഞ്ഞു പോയി. അവസാനം ഞാൻ പറഞ്ഞിട്ട് പിന്നെ വഴി നോക്കി പുള്ളിക്കാരൻ പോവാ കേട്ടോ. പുള്ളി ഏതാണ്ടൊരു മരണത്തിന് എന്തോ വന്നതാണ്. പുള്ളിയുടെ ചെരുപ്പും കാലും എല്ലാം കൂടെ മണ്ണിനകത്ത് പുതഞ്ഞു പോയി. അതാണ്ട് ഇവിടെ എന്തോ കൊബൽക്കോ ഇത് സംഭവം വലിയൊരു JCB. അയ്യോ, കണ്ടില്ലേ, മണ്ണ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് അത് നിരത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിപുലമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊള്ളാം. ഇനി ഞാൻ നമ്മുടെ പാലം പണിയുടെ കുറച്ച് അപ്ഡേഷൻസ് കൂടെ കാണിച്ചു തരാം. എന്തായാലും ഇത്രയായില്ലേ. അയ്യോ, ഇവിടെ സത്യം പറഞ്ഞാൽ വെയിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റേ ഞാൻ അന്ന് പറഞ്ഞില്ലേ, കോൺക്രീറ്റിന്റെ ബീം, കോൺക്രീറ്റ് കൊണ്ടുള്ള കട്ടകൾ കൊണ്ടുവന്നിട്ടേ അതിങ്ങനെ ഇരുമ്പ് ബീമിന് മുകളിൽ കമ്പി കൊണ്ടുള്ള ബീം ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഈ കട്ടകളെല്ലാം കൂടെ കയറ്റി വെച്ചിട്ടാണ് വെയിറ്റ് ടെസ്റ്റ് നടത്തിയത്. ഏകദേശം 19 കാണി എന്നാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1, 2, 3, 6, 10, 12 പില്ലറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ കൊണ്ടുവന്ന് ആ കട്ടകൾ വെച്ചിട്ട് 19 കാണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 ടിപ്പറുകളുടെ വെയിറ്റ് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊരു എഞ്ചിനീയറോ പണിക്കാരനോ ആരോ ആണ് എനിക്ക് പറഞ്ഞു തന്നത് സംഭവം. അതാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന നേമം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും വെയിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 12 പില്ലറുകളാണ് ഇവിടെ ഉള്ളത്. സത്യത്തിൽ ഇതിൽ ഒരു പില്ലറ് താണു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം അടിച്ചിളക്കിയിട്ട് വീണ്ടും ഒന്നേന്ന് പണിയുമെന്ന അവരന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് കറക്റ്റായിട്ട് അവരത് ചെയ്യുള്ളൂ. അയ്യോ, ഇവിടെ ചെറുക്ക ഇവൻ താണ്ട് ഈ സൈക്കിളും കൊണ്ട് ഇവിടെ അങ്ങോട്ട് വീഴത്തില്ലയോ? ഈ സ്ഥലമില്ലാത്ത സ്ഥലത്തൂടെ എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ കുറെ ചുറ്റുന്നതിനേക്കാ ഭേദം ഇതാണ്. നമുക്ക് നടവഴിയുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സൈക്കിളായി വരുന്നതൊക്കെ റിസ്ക്കാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നേമം റെയിൽവേ സ്റ്റേഷൻ്റെ ഇനി വരുന്ന അപ്ഡേഷൻസ് ഞാൻ ഇനി അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.